എടാ പരനാറി വിജയ, എടാ പിണറായി, എടാ കാണടാ, ഈ ഒരു ഒറ്റ പരനാറിയെ കാരണം പിണറായി വിജയൻ അവന്റെ പോലീസ് ഇവിടെ കാണാം. പിടിക്കും നമ്മളെ പിടിക്കുന്നത്. സുഹൃത്തുക്കളെ, പൂക്കളെ പൂക്കളെ നൂറ് നൂറ് പൂക്കളെ, സാക്കളെ സാക്കളെ നൂറ് നൂറ് സാക്കളെ, 10 അല്ല 10,000 അല്ല 5 പിന്നാലെ. അതെ, പിണറായി വിജയന്റെ പിന്നാലെ വെറും 5 മാത്രമേ ഉള്ളായിരുന്നു സുഹൃത്തുക്കളെ. കോൺഗ്രസ് അത്യുജ്വല വിജയം കാഴ്ചവെച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കോൺഗ്രസുകാരുടെ മാത്രം വോട്ടല്ല, പിണറായി വിജയനെ വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടി വോട്ടും പിന്നെ BJP-ക്കാരുടെ വോട്ടും കൂടി വന്നപ്പോഴാണ്. പോവാടി പട്ടി. BJP-ക്കാരുടെയും കൂടി വോട്ടും കൂടെ വന്നപ്പോഴാണ് കോൺഗ്രസ് അത്യുജ്വലമായ വിജയം ഉണ്ടായത്. കാരണം BJP-ക്കാർക്കറിയാം, BJP-ക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, വിജയനെ താഴെ ഇറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിജയനെ താഴെ ഇറക്കണമെങ്കിൽ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ BJP സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു. പിന്നെ പിണറായി വിരുദ്ധ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാമായിരുന്നു. അങ്ങനല്ലേ മോളെ? കമ്മ്യൂണിസ്റ്റുകാര് നല്ല ആൾക്കാരുണ്ട് മനുഷ്യരെ. നിങ്ങൾ പറയാറ പോലെ കമ്മ്യൂണിസ്റ്റുകാർ അടിപൊളി നല്ല ഇവനെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞ് എന്റെ കോൺഗ്രസ്സുകാർ നല്ല പക്ക കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മാറ്റി കുത്തിയവര്. അറിയോ? ഈ ഒരു ഒറ്റ പരമാറിയെ കാരണം പിണറായി വിജയൻ അവന്റെ പോലീസ് ഇവിടെ കാണാം. പിടിക്കൂ നമ്മളെ, പിടിക്കൂ. ഇല്ല, ഇനി പിടിക്കത്തില്ല. ഇനി നമ്മുടെ കയ്യില, നമ്മുടെ കോൺഗ്രസ്സുകാരാ പോലീസുകാരാ. നോ പ്രോബ്ലം, നോ സീൻ. എടാ വിജയ, നിന്നെ 10 പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. നീ ഒന്ന് താഴെ ഇറങ്ങിയിട്ടാണ് നീ 10 പറയാനായത്. തെറിവാക്കു പറയുന്ന പ്രാന്തി. എടാ 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 വിജയ, നീ എന്ത് പറഞ്ഞ കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിച്ചാ? നീ പോയി വീട്ടിൽ ഇടാം. പന്ന നായിന്റെ മോന്റെ 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 മോനെ അവന്റെ അപ്പനപ്പന്മാരെ വരെ കയറി വിളിക്കും. ഇങ്ങനെ 10 പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. പല വീഡിയോകളും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമ്മളെ പിടിച്ചകത്തിട്ടാലോ ഇവന്റെ മറ്റേ സേന. ഇപ്പൊ ചെങ്കൊടിയും ഇല്ല, കരിങ്കൊടിയും ഇല്ല. അയ്യോ, ഇവന് കരിങ്കൊടി കാണുമ്പോ എന്തൊക്കെയായിരുന്നു. ഇവന്റെ അമ്മയുടെ വീടിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വീട്, മനസ്സിലായോ? അപ്പുറത്തേക്കാണ് കരിങ്കൊടിയെ കാണി. ഈ ഷാളി നമ്മളെ ഒരു മിനിറ്റ് നിന്റെ ഷാളി ഇങ്ങോട്ട് താഴി. ഞാൻ പിണറായി ഇങ്ങനെ കരിങ്കൊടി കാണിക്കിട്ട്. അയ്യോ എടാ പിണറായി, എടാ കാണടാ, എടാ കാണടാ, എടാ കാണടാ, എടാ കാണടാ. പക്ഷെ അയ്യേ, ഞാൻ ഷാളിട്ടാണ് കൈ പോലെ. എടാ പരനാറി വിജയ, അടങ്ങണേതല്ല, ഇവിടെ 10 പറയണമായിരുന്നു. പക്ഷേ ഇവനെ എന്താ പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഇവൻ തോറ്റെങ്കിലും ഉണ്ടല്ലേ, കോടികൾ മുക്കിയിട്ടാ. ഇവനെ ഒരു കുഴപ്പമില്ല. ഇനി അമ്മ ജീവിതത്തിൽ ജന്മത്തിൽ രാഷ്ട്രീയത്തിൽ വന്നില്ലെങ്കിലും അതിന് വേണ്ടുന്ന പൈസ മൊത്തം മുക്കിയിട്ടാ ഇവൻ പോയേക്കുന്നത്, മനസ്സിലായി? ഇവനും ഇവന്റെ മോളും കൂടെ ചേർന്ന് സ്വർണവും കടത്തി, അയ്യപ്പന്റെ സ്വർണവും കട്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, ഭൂമിയിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ തിരുനടയിൽ പുനമിച്ചിരിക്കതിര ആരുമറിയാതെ. പൈനാപ്പിളാണോ? നീ അറിഞ്ഞീടാ. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് വിടുതൽ മാറാൻ പാടില്ല. നമ്മുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ കേരള ജനത തീരുമാനിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, VD സതീശൻ സാറിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ, ആഗ്രഹമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മോൻ വന്നാലും വലിയ തിരക്കില്ല. പക്ഷെ ആളത്ര പോരാ. അടുത്ത വട്ടമാക്കാം ഇല്ലേ, അടുത്ത വട്ടമാക്കാം. ആളിപ്പോ ഇച്ചിരി കൊച്ചിറങ്ങാനാ. എന്തോ കയ്യില് കൂറ മണ്ണിനൊക്കെ
രാഹുൽ ഗാന്ധി വന്നപ്പോ സ്റ്റേജിൽ ഒരു കൂറ വന്നിട്ടൊരു മൂലയ്ക്ക് ചെയ്ത് മൊബൈലും ചെക്കിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിടെ പക്വത വരാനുണ്ട്. അപ്പൊ അടുത്ത ഒരു 5 കൊല്ലൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പിണറായിക്കോ എന്റെ പൊന്നേ വേണ്ട, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മോനെ നോക്കാം. ഇല്ലേ ഇല്ലേ ഈ 5 കൊല്ലം നമ്മുടെ സതീശണ്ണം ഭരിക്കട്ടെ. പോരെ പോരെ അത് പോരെ, അത് മതി, അത് മതി. അതിനെങ്ങാനും വലിയ തെറ്റിദ്ധാരണ ഉണ്ടായ റീഎലക്ഷൻ അടിക്കേണ്ടി വരുമോ ഈശ്വര? എടേ അങ്ങനെ വരുമോ? ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല വരുമെന്ന് വെച്ചോ. ഇപ്പൊ കേരള ജനക്കൂട്ടം വിക്കിത്തക്കിന്റെ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കേരളക്കാര് മലയാളികളെല്ലാവരും കൂടെ ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സതീശൻ സാറിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. സതീശൻ സാറിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ല, കോൺഗ്രസിൽ നിന്ന് പിണറായിയെ താഴെ ഇറക്കണം. അതായിരുന്നു ഫസ്റ്റ് മെയിൻ റീസൺ. അതേണക്കുള്ള രാഷ്ട്രീയം പിടിച്ച ആരും വരണ്ട. ചിരിക്കാൻ അറിയാവുന്ന മുഖ്യമന്ത്രി മതി ഞങ്ങൾക്ക്. ഇല്ലേടി TV കണ്ടാലും എവിടെ കണ്ടാലും ഇങ്ങനെ മത്സരം പിടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ഒന്നും വേണ്ട. വിജയനെ പോലെ വിജയൻ 2.0 ഒന്നും ആവാൻ വരണ്ട. രമേശ് ചെന്നിത്തലയൊന്നും വരണ്ട ഇവിടെ. നമുക്ക് സതീശൻ സാറ് മതി. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം, ഞങ്ങൾക്കൊന്ന് അഴിഞ്ഞാടണം. ഇല്ലേ അതല്ലേ. പിന്നെ പെൺപിള്ളേർക്കൊക്കെ KSRTC-യിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണം. എല്ലാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പിന്നെ എന്തിനാ? ഞങ്ങള് വണ്ടിപ്രാന്തന്മാരെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ സാറ് ജയിക്കുക, പറഞ്ഞ വാക്കുകൾ പാലിക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അല്ല ഇപ്പൊ പറഞ്ഞ വാക്ക് ഇപ്പൊ രമേശ് ചെന്നിത്തല കയറി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല പറയും ഞാനല്ലല്ലോ ഇതൊന്നും പറഞ്ഞത്, ഇതൊന്നും ഞാൻ പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ യുദ്ധം നടക്കും. അത് പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. കോൺഗ്രസ്സുകാരൊക്കെ തന്നെ എന്നാലും ഈ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനിയിപ്പം അതിനുള്ള കളിയാന്ന് തോന്നില്ലേ. വി.ഡി. സതീശനെ കയറ്റാതെ രമേശ് ചെന്നിത്തലയെ കയറ്റാൻ പോകുന്നത് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനാണോ? അതൊന്നും പറ്റത്തില്ല. ഇവിടെ ആടിയൊന്നും നടക്കത്തില്ല. പിന്നെ മോളെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടോ? എന്തോ മേടിച്ചത് കള്ളി. അപ്പൊ സുഹൃത്തുക്കളെ, വേണ്ട സമാനം വേണ്ടെന്ന് പറയുന്നത് വേണ്ട. മുഖ്യമന്ത്രി ഒന്നും നമ്മൾ പറയണ്ട. അപ്പൊ അടങ്ങടേന്ന് പറയുന്നത് പ്രീതി ചേച്ചി ഹായ്, എല്ലാവർക്കും ഹായ്. ഇങ്ങോട്ട് നോക്കണേ, കമന്റ് നോക്കണേ എന്ന് പറയുന്നുണ്ട്. എന്തുവാണ് നമ്മളിവിടെ കൊല്ലത്ത് ഇവന്മാരുടെ പാണ്ടിക്കോട്ട തകർത്തു. ഇങ്ങനെ പോകും. LDF-കാർക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, കൊല്ലം ചെങ്കോട്ടയാണെന്ന്. മുമ്പ് അവന്റെ അമ്മയുടെ ചെങ്കോട്ട. അവന്മാർക്ക് എല്ലാത്തിനും ഇത്രയും നാള് നമ്മളെ കൊല്ലക്കാര് ഈ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം വിജയിപ്പിച്ച് വിട്ടു. ഇന്നേ വരെ കൊല്ലം ജില്ലക്ക് ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ ഒരു വികസനം നടത്തിയത്? ഉണ്ടോ? പകുതിക്കൊരു പാലം പണിഞ്ഞിട്ടേക്കുന്നത് ഒരു മുകേഷ്. അവിടെ മണ്ഡലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലം പകുതിക്ക് പണിഞ്ഞിട്ടേക്കുന്നു. ഇതൊക്കെ ഇനി ആര് മുഴുമിപ്പിക്കും? പറയടാ, ആര് മുഴുമിപ്പിക്കൂടാ? നീയൊക്കെ പകുതിക്ക് പണിഞ്ഞിട്ടേക്കുന്ന പാലമൊക്കെ ഇനി അങ്ങനെ നിൽക്കുവോ? അതിന് ബാക്കി കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് ചെയ്യണം. ചെയ്യാതിരിക്കരുത്. കോൺഗ്രസ്സുകാർ അത് മുടക്കരുത്. ജനങ്ങളുടെ നികുതി പണം പിരിച്ചെടുത്ത് ഉണ്ടാക്കിയ പകുതിക്കിട്ടേക്കുന്ന പാലങ്ങളാ. ദയവ് ചെയ്ത് സ്മാർട്ടായിട്ട് നിർത്തരുത്. അതിന്റെ ബാക്കി പണി കോൺഗ്രസ്സുകാരായാലും ചെയ്യണം. കൊല്ലം മണ്ഡലത്തിനടുത്ത് പാലമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് അറിയാൻ വയ്യ. ഇതിപ്പോ സിറ്റിയിൽ നിന്ന് നമുക്ക് മണ്ഡലത്തുരുത്ത് എന്ന് പറഞ്ഞ ഐലൻഡ് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സംഭവം. അവിടെ കറങ്ങി തിരിഞ്ഞ് പോകണമെങ്കിൽ 10-35 കിലോമീറ്ററാ. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്ററോട്ട് ചുരുങ്ങും. മനസ്സിലായോ? 10 കിലോമീറ്റർ പോലും വേണ്ടാതാവും. 10 കിലോമീറ്റർ അടുപ്പിച്ചാവത്തുള്ളൂ. ചിന്നക്കട സിറ്റിന്ന് കൊല്ലം സിറ്റിന്ന് ഈ മണ്ഡലത്തുരുത്ത് ഐലൻഡിലോട്ട് പോകാനായിട്ട് 10-11 കിലോമീറ്റർ അത്രേ ആവത്തുള്ളൂ. അല്ലാതെ പോകണമെങ്കിൽ 10-35 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയേ പോകണം. മനസ്സിലായോ? ഈ പാലം അത്യാവശ്യമാണ്. ദയവ് ചെയ്ത് അത് ആരും മുടക്കരുത്. പിന്നെ ഇവിടെ ഒരു മുറിഞ്ഞ പാലമുണ്ട് നമ്മുടെ കൊല്ലത്ത്. അത് എന്തിനാ പണിഞ്ഞതെന്ന് നമുക്കറിയാൻ. അതിനി പണിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് തേവള്ളി പാലത്തെ ടച്ച് ചെയ്താൽ കുഴപ്പമില്ല. എന്തൊക്കെയായാലും നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രത്യാശിക്കുന്നു. ഇപ്പൊ ഏകദേശം ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റാം എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന്. സമയം നമ്മളെ
ആ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഉടൻ തന്നെ അവര് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇപ്പൊ വാർത്താ ചാനലുകളിലൊക്കെ അതിമേളമായിരിക്കും. അയ്യോ മുഖ്യമന്ത്രി അവരാണ് ഇവരാണ് ഇന്നാണ്. ജനങ്ങളുടെ ഇഷ്ടം വി.ഡി. സതീശനാണ് ജയിക്കേണ്ടത്. വി.ഡി. സതീശനെയാണ് ജയിപ്പിച്ചത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണം. അഥവാ രമേശ് ചെന്നിത്തലയിലെയോ വേറെ ആരെയോ ആക്കാനാണ് പ്ലാനെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകൾ ഇവർ പറഞ്ഞ വാക്കുകളായി ഏറ്റെടുത്ത് ഇവർ പറഞ്ഞ വാക്കുകളായി ഏറ്റെടുത്ത് നിയമ നടപടി സ്വീകരിക്കണം. അതായത് സ്ത്രീകൾക്ക് ഫ്രീ KSRTC-യിൽ, ഓക്കെ, പിന്നെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള അനുമതി, ഇത് രണ്ടും കൊടുക്കണം. അത്ര നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇത്ര നേരം എന്നോട് ലൈവിലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളും